ആത്മകഥാ വിവാദത്തിലെ പി ജയരാജനോട് വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തളിപ്പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ EP തന്നെ പാലക്കാട്ട് വിശദീകരിക്കും. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് LDFനെ ബാധിക്കില്ലെന്നും LDF നില മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചേലക്കരയിൽ LDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അവിടെ BJP മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വയനാട് ചേലക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഇന്നലെ പോളിംഗ് പൂർത്തിയാവുകയുണ്ടായി. രണ്ട് സ്ഥലത്തും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പോളിംഗ് ശതമാനം ചെറിയ രീതിയിൽ കുറവാണ്. ആ കുറവ് ആരെയാണ് ബാധിക്കുന്നത് സംബന്ധിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. കുറവ് എല്ലാവരെയും ബാധിക്കും, കുറേശ്ശെയായിട്ട് എല്ലാവരെയും ബാധിക്കും. പക്ഷേ ചേലക്കര നിയോജക മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി UR പ്രദീപ് ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ച കാര്യം അത് തന്നെയാണ്. അതിൽ ഉത്കണ്ഠയോ സംശയമോ ഇല്ല എന്ന കാര്യം ഞാൻ പൂർണ്ണമായിട്ടും പറയുക. വയനാട് സംബന്ധിച്ച് വയനാട് ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മെച്ചപ്പെടുത്താനാവും എന്ന് തന്നെയാണ് അവിടെയും കാണുന്നത്. ഞങ്ങൾക്ക് കൃത്യമായ വ്യക്തതയുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേലക്കര ജയിക്കുന്നു. പാലക്കാട് ഉറപ്പായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്രം ജയിക്കും, ഒരു സംശയമില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ള മെട്രോമാൻ ശ്രീധരൻ്റെ വോട്ട് ഇപ്രാവശ്യം BJP കിട്ടാൻ പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം മതനിരപേക്ഷ ഉള്ളടക്കത്തെ കണ്ടുകൊണ്ട് BJP ജയിക്കുമോ എന്ന ഒരു സംശയത്തിൽ ഒരു വിഭാഗം മതനിരപേക്ഷവാദികളുടെ വോട്ട് ഷാഫി പറമ്പിൽ കിട്ടിയിട്ട് അത് ഇപ്രാവശ്യം കിട്ടാൻ പോകുന്നില്ല. BJP മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ജയസാധ്യതയാണ് പാലക്കാട്. അതിൻ്റെ